ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത, അതുപോലെ തന്നെ ഏർലി ഇൻവെസ്റ്റ് എന്തുകൊണ്ട് ചെയ്യണം, അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ ശ്രമിക്കണം. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അധികം സമയം കളയാതെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അൺലീഷ് യുവർ വെൽത്ത്, ദ പവർ ഓഫ് ഏർലി ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഏതൊരു മേഖലയും ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് മേഖലയിൽ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നിക്ഷേപിക്കണം, അതുപോലെ തന്നെ എന്തിന് എത്ര നേരത്തെ നിക്ഷേപിക്കണം എന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട കോടീശ്വരന്മാർ അല്ലെങ്കിൽ ഏറ്റവും അധികം എന്താ പറയുക ധനമുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ലോകത്തിലെ ടോപ്പ് 10 ആയിട്ടുള്ള റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഇവരൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് പറഞ്ഞാൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റിങ്ങിലൂടെ ഒരുപാട് വെൽത്ത് സമ്പാദിച്ച ഒരുപാട് വ്യക്തികളെ നമ്മൾക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണാൻ പറ്റും. ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ടോപ്പ് 10 എന്നൊക്കെ അടിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എന്നും ചെയ്യുന്നത് പോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഓക്കെ, അതായത് അത്രയും ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ചും കാണണം. ഓക്കെ, അപ്പം നമ്മൾ നേരെ സ്ലൈഡ്സിലോട്ടേക്ക് പോകാം. അൺലീഷ് യുവർ വെൽത്ത്, ദ പവർ ഓഫ് ഏർലി ഇൻവെസ്റ്റിംഗ്. അതായത് നമ്മുടെ വെൽത്തിനെ ഒരു നിയന്ത്രണം ഇല്ലാതാക്കുക. അതായത് വെൽത്തിനെ എത്രയും വളരട്ടെ എന്ന രീതിയിൽ കെട്ടഴിച്ച് വിടുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ലാഭം കാണുക, അല്ലെങ്കിൽ ചെറിയൊരു നഷ്ടം കാണുക. അങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു ബിലീഫ് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതായത് നമ്മളിപ്പോൾ ചെറിയൊരു ലോസ് കണ്ടാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് ആ ലോസ് ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നേക്കുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചെറിയൊരു ഷോർട്ട് ടേം ഫ്ലക്ച്വേഷനിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പം പ്രധാനപ്പെട്ട നമ്മൾ അജണ്ടാസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ദ പവർ ഓഫ് ഏർലി ഇൻവെസ്റ്റിംഗ് പ്രസൻറ്റഡ് ബൈ മാർക്കറ്റ് ഡ്രോയർ, ഇൻട്രൊഡക്ഷൻ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഏർലി. അതായത് ഏർലി ഇൻവെസ്റ്റിംഗ് നടത്തുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ സംസാരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ഏർലി ഇസ് ദ കോർണർ സ്റ്റോർ ഓഫ് ബിൽഡിംഗ് ലാസ്റ്റിംഗ് വെൽത്ത് ആൻഡ് അച്ചീവിംഗ് ഫൈനാൻഷ്യൽ ഫ്രീഡം. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിംഗ് നമ്മളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കും എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇൻവെസ്റ്റിംഗ് ഏർലി ഇസ് ദ കോർണർ സ്റ്റോൺ നമ്മൾ സംസാരിച്ചു അല്ലേ. ഇൻ ദിസ് പ്രസൻറ്റേഷൻ വി വിൽ എക്സ്പ്ലോർ വൈ ഇൻവെസ്റ്റിംഗ് ഏർലി മാറ്റേഴ്സ് ആൻഡ് ഇൻക്രെഡിബിൾ ബെനിഫിറ്റ്സ് ഇറ്റ്സ് ഓഫേഴ്സ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ഇൻവെസ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ അതിനെ അടിസ്ഥാനമായിട്ട് അതിൻ്റെ ഒരു ഫണ്ട മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മേഖലയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കൂടി നിങ്ങളിത് വായിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് കിട്ടും. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ഇൻവോൾവ്സ് അലോക്കേറ്റിംഗ് റിസോഴ്സസ്, ടിപ്പിക്കലി മണി വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ജനറേറ്റിംഗ് റിട്ടേൺസ് ഓവർ ടൈം. അതായത് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള റിസോഴ്സസിനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ഭാഗത്തേക്കും നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റിങ്ങിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും മണിയാണ് എടുക്കുന്നത്. ടിപ്പിക്കലി മണി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് ജനറേറ്റിംഗ് റിട്ടേൺസ് ഓവർ ടൈം. അതായത് ഈ മണി നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിലൂടെ മണി ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകത്തിന് നമുക്ക് ഭേദിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ഗ്രോ വെൽത്ത് ആൻഡ് അച്ചീവ് ഫൈനാൻഷ്യൽ ഗോൾസ് ഓവർ ടൈം. നമ്മളതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സമീപനം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈ ഇൻവെസ്റ്റിംഗ് ഏർലി, ദ ഏർലി ബേർഡ് ഗെറ്റ്സ് ദ വോം.
അതായത് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെയൊക്കെ എണീച്ച് അതായത് ഏർലി മോർണിംഗ് ഒരു 5 o'clock അല്ലെങ്കിൽ ഒരു 4:30 ആ ഒരു ടൈമിന് ഒക്കെ രാവിലെ എണീക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പല രീതിക്കുള്ള ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ സൗണ്ട്സ് നിങ്ങൾക്ക് പുറത്ത് കേൾക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബേർഡ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ബേർഡ്സുകൾ രാവിലെ എണീച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീച്ചിട്ട് നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എൻവയോൺമെൻറ്റിലൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുന്നത് അല്ലെങ്കിൽ കലപില ശബ്ദം ഉണ്ടാക്കി പോകുന്നത്? ബിക്കോസ് അവർക്ക് എന്താ പറയുക അവരുടെ ഭക്ഷണങ്ങൾ മീറ്റ് ചെയ്യണം. അപ്പം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ നേരത്തെ രാവിലെ എണീച്ച് പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 6 മണിക്ക് എണീക്കുന്ന ഒരു പക്ഷിക്കാണോ അല്ലെങ്കിൽ ഒരു 4:30 എണീക്കുന്ന ഒരു പക്ഷിക്കാണോ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല ഭക്ഷണം അവർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത്? ഓഫ് കോഴ്സ് 4:30 എണീക്കുന്ന ഒരു പക്ഷിക്കായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്, എത്ര നേരത്തെ നമ്മൾ എണീക്കുന്നു അല്ലെങ്കിൽ എത്ര നേരത്തെ നമ്മൾ ഇൻവെസ്റ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നുവോ, എത്ര നേരത്തെ നമ്മുടെ മണി ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നുവോ അത്രത്തോളം നമുക്ക് റിട്ടേൺസ് അല്ലെങ്കിൽ റിവാർഡ്സ് മാർക്കറ്റ് തരാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇൻവെസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ വൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടിങ് ഏർലി അലോസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് മോർ ടൈം ടു ഗ്രോ. നമ്മൾ എത്ര നേരത്തെ ഇറങ്ങുന്നുവോ അപ്പോൾ അത്രയും ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടും, നമ്മുടെ മണി ഗ്രോ ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആംപ്ലിഫൈസ് ദ വാല്യൂ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ ടൈം. അതിൻ്റെ ഡിവിഡൻസ് ഒക്കെ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി കോമ്പൗണ്ടിങ് ഇൻവെസ്റ്റിലൂടെ നമുക്ക് ശക്തമായിട്ടുള്ള റിട്ടേൺസ്, വളരെ ഹൈ ആയിട്ടുള്ള റിട്ടേൺസ് നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നതിനെ പറ്റിയിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണം. വളരെ ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്, അതിൻ്റെ റൂട്ട് ലെവൽ തൊട്ടിട്ട് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഏർലി ഇൻവെസ്റ്റിംഗ്, കോമ്പൗണ്ടിങ് ഗ്രോത്ത്, എയ്ത്ത് വണ്ടർ ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇത് തന്നെയാണ് നമ്മൾ ചെയ്ത വീഡിയോ, തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഓക്കെ, ഏർണിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ, അതായത് നമ്മൾ നേടുന്ന അതായത് നമ്മുടെ മൂലധനം നമ്മൾ നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ ഇൻട്രസ്റ്റ് വിത്ഡ്രോ ചെയ്യാതെ ആ ഇൻട്രസ്റ്റ് എന്താ പറയുക റീഅലോക്കേറ്റ് അല്ലെങ്കിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ റിട്ടേൺസ് വളരെ സബ്സ്റ്റാൻഷ്യലായിട്ട് ഗ്രോ ചെയ്യിക്കുന്ന ഒരു രീതിയാണ് കോമ്പൗണ്ടിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ടൈം ഇൻ ദ മാർക്കറ്റ് സ്റ്റേ ഇൻവെസ്റ്റഡ് ലോങ് ടേം ടു മാക്സിമൈസ് മാർക്കറ്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മളിപ്പം മാർക്കറ്റിൽ കൂടുതൽ കാലം നമ്മൾ എന്താ പറയുക നിക്ഷേപിച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു സ്റ്റോക്ക് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു അത്യാവശ്യം റിട്ടേൺ കിട്ടി, നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. ബട്ട് അത് ഹോൾഡ് ചെയ്യുന്ന മറ്റൊരു വ്യക്തി ഒരു 10 വർഷം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി ആണെങ്കിൽ ഈ എക്സിറ്റ് ചെയ്ത വ്യക്തിയെക്കാളും ഒരു പക്ഷേ 100-200 മടങ്ങ് ഈ വ്യക്തിക്ക് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതാണ് ടൈം ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ മാർക്കറ്റിൽ നിക്ഷേപിച്ച് ഇരിക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ ഓവറോൾ വെൽത്ത് കൂടാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. റിസ്ക് മാനേജ്മെൻറ്റ്, ഏർലി ഇൻവെസ്റ്റിംഗ് അലോസ് ഫോർ diversification and provides a longer time horizon to ride our market fluctuations. അതായത് നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്പരം ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പം നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി ഓൾറെഡി ഓവർ പ്രൈസ്ഡ് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ കമ്പനിയിലൊരു സ്മോൾ കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ആയിട്ടാണ് നമ്മൾ ടോപ്പ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അത് താഴോട്ട് പോകുമ്പം നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് ഡ്രോ ഡൗൺ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ 10%, 20% അവിടെ ഒരു ലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ഓക്കെ, ഇനി ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവിങ് ഡ്രീംസ്, അതായത് നമ്മുടെ എന്താ പറയുക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം സഹായിക്കും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ ആൾക്ക് സെറ്റിംഗ് ക്ലിയർ ഫൈനാൻഷ്യൽ ഗോൾസ് പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഫോർ ഇൻവെസ്റ്റിംഗ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് വേണമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ 21 അല്ലെങ്കിൽ 22 ഇയേഴ്സിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ ഒരു 40 ഇയേഴ്സ് ആകുമ്പോഴേക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുക എന്നതാണ് എങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഇപ്പോൾ ചിലവരുടെ എന്താ പറയുക ഫൈനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് സേവിങ്സ് ഒരു ഹൈ കോർപ്പസ് ഉണ്ടാക്കാനായിരിക്കാം,
അതും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ പലർക്കും പല രീതിയിലാണ് ഉണ്ടാകുക. ഇപ്പം എൻ്റെയൊക്കെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഒരു 35 ഇയേഴ്സിലൊക്കെ എന്താ പറയുക റിട്ടയർഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി. റിട്ടയർഡ് മീൻസ് ഈവൻ എന്താ പറയുക നമ്മുടെ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി പൈസ നമ്മളെ ബാധിക്കാത്ത ഒരു ഇതായിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, കേസ് സ്റ്റഡിയാണ് ദ പവർ ഓഫ് ഏർലി ഇൻവെസ്റ്റിംഗ് ചെയ്താലുള്ള എന്താ പറയുക ചെയ്തിട്ട് ഗുണം കിട്ടിയിട്ടുള്ള ചില കേസ് സ്റ്റഡീസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം ഇന്ത്യയിലെ ഒരു വാരൻ ബഫറ്റ് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ഉള്ള ഒരു ഇൻവെസ്റ്ററാണ് ഈ രാകേഷ് ജുൻജുൻവാല എന്ന് പറയുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് അദ്ദേഹം ഈ ഭൂമിയോട് വിട പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ കാരണം. ഓക്കെ, രാകേഷ് ജുൻജുൻവാല എക്സാമ്പിൾ ഇൻ ദ ഏർലി 2000, അതായത് അദ്ദേഹം 2000 കാലഘട്ടത്ത് ഒരു 2 crore rupees ടൈറ്റൻ എന്ന് പറയുന്ന കമ്പനിയിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓവറോൾ നെറ്റ് വർത്തിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ആയിരുന്നു ഈ ടൈറ്റൻ എന്ന് പറയുന്ന കമ്പനി. ടൈറ്റൻ എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പം വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. വളരെ ശക്തമായിട്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ടൈറ്റനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ഷെയർ പ്രൈസ് 2000 എത്രയായിരുന്നു അതിൻ്റെ പ്രൈസ്, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഏതൊക്കെ രീതിയിൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് ആക്ഷൻസ് വഴി എത്ര ഗുണങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ ഒന്നാണ് ബജാജ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അതും ഈ ഒരു 1999 കാലഘട്ടത്തിൽ വളരെ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു. ഇന്നതിൻ്റെ വില നോക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. 8,000 9,000 ഒക്കെ പോയിട്ടുണ്ട്. അത് പിന്നീട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇപ്പം നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് വാരൻ ബഫറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, 1988 വാരൻ ബഫറ്റ് ഇൻവെസ്റ്റഡ് കൊക്കക്കോള എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിവറേജസ് ബ്രാൻഡാണ് കൊക്കക്കോള എന്ന് പറയുന്നത്. അത് വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ലാഭവിഹിതം അദ്ദേഹത്തിന് നൽകി കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡ് പോകാം. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, വിത്തൗട്ട് നീഡിങ് ടു ആക്റ്റീവ്ലി വർക്ക് ഫോർ ഇൻകം, അതായത് നമ്മളിപ്പം എന്താ പറയുക നമ്മൾ ശക്തമായിട്ട് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതെ നമുക്ക് വരുമാനം ഇങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് എന്താ പറയുക ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പാസീവ് ഇൻകം, early investing contribution. Investing early builds passive income streams, expediting the journey to financial freedom അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ആക്കം കൂട്ടാൻ നമ്മുടെ ഇൻവെസ്റ്റിംഗ് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതാണെന്നാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ബേസിക്സ് ശക്തമായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ശക്തമായിട്ട് അറിയാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ ഏതൊരു മേഖലയ്ക്കും കിട്ടുന്ന പോലെ ഈ ഒരു മേഖലയിലും ശക്തമായിട്ട് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റിംഗ് ഏർലി ഡിമാൻഡ്സ് കോംപ്രിഹെൻഷൻ ഓഫ് ഫൈനാൻഷ്യൽ കോൺസെപ്റ്റ്സ് and market dynamics. Educate oneself about investing helps make informed decisions, mitigate risk and maximize returns. എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അറിയുന്നതിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മളെ റിട്ടേൺസ് കൂട്ടാൻ പറ്റും. സോ ഏതൊരു മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശക്തമായിട്ടുള്ളൊരു ബേസും അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമായിട്ടുള്ളൊരു അവബോധവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, റിസോഴ്സസ് ഫോർ ലേണിംഗ്, അതായത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആളാണ് ഇൻവെസ്റ്റിംഗ് മേഖലയിലെങ്കിൽ എന്താണ് അസറ്റ് ക്ലാസസ് എന്നും അതുപോലെ തന്നെ എന്താണ് പാസീവ് ഇൻകം സ്ട്രീംസ് എന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു റോബർട്ട് ടി കിയോസാക്കിയുടെ വളരെ ശക്തമായിട്ടുള്ള ഗ്ലോബലി വളരെയധികം സെയിൽസ് നടന്ന ബുക്കാണ് അത്. സോ നിങ്ങളത് തീർച്ചയായിട്ടും വായിക്കാൻ ശ്രമിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു ബുക്ക് റോബർട്ട് ടി കിയോസാക്കി രചിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ആ ബുക്ക് വായിക്കണം.
പഠിക്കണം. ഓക്കെ, ഫൗണ്ടേഷണൽ ഫൈനാൻഷ്യൽ വിസ്ഡം, അതിൻ്റെ ഫൈനാൻഷ്യൽ വിസ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസ്റ്റ് ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ? നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വിചാരിച്ചോ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഈ ഒരുപാട് കമ്പനീസിൽ പല കമ്പനീസും പല സെക്ടറിലെ വളരെ ശക്തമായിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. നമ്മൾ ശക്തമായിട്ടുള്ളൊരു കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല കമ്പനീസ് ഉണ്ട്, പക്ഷേ പല സെക്ടറിലായിരിക്കും. സോ നിങ്ങൾ ഈ ശക്തമായിട്ടുള്ള കമ്പനികളെ കണ്ടുപിടിച്ചിട്ട് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ വളരെ ശക്തനായിട്ടുള്ള കമ്പനിയിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ റീറ്റെയിൽ സെക്ടറിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ടൈറ്റൻ, അതുപോലെ തന്നെ ടനിഷ്ക് ഗോൾഡിൻ്റെ ഒക്കെ സെഗ്മെൻറ്റാണ്. എന്താ പറയുക, സ്റ്റുഡിയോ, അതൊക്കെ വളരെ നല്ല ശക്തമായിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ റിലയൻസ് റീറ്റെയിൽ ഇന്ത്യയിലെ വളരെയധികം ടോപ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസ്ഡ് ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലയൻസിൽ നിക്ഷേപിക്കാം. ഓക്കെ, ഇനി IT സെക്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് IT കമ്പനീസ് ഉണ്ട്. IT കമ്പനീസൊക്കെ പാസ്റ്റ് റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഹൈ റിട്ടേൺസ് തന്ന കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻഫോസിസിൽ നിക്ഷേപിക്കാം, ടാറ്റ ഗ്രൂപ്പിൻ്റെ TCSൽ നിക്ഷേപിക്കാം, വിപ്രോയിൽ നിക്ഷേപിക്കാം, അങ്ങനെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടർ പറയുകയാണെങ്കിൽ L&T, ലാർസൻ ആൻഡ് ടൂബ്രോ വളരെ ശക്തമായിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. അതായത് നിങ്ങളുടെ എല്ലാ മണിയും കൊണ്ടുപോയിട്ട് ഒരു സിംഗിൾ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെക്ടറിലോ നിക്ഷേപിക്കാൻ പാടില്ല. ഇഫ് സപ്പോസ് എന്താ പറയുക, ഒരു ഭാവിയിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ സെക്ടറിനെ കാര്യമായി ബാധിച്ചാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശക്തമായിട്ട് താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ഓക്കെ, ഇനി ഡെഫിനേഷൻ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവോൾവ്സ് സ്പ്രെഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്രോസ് വേരിയസ് അസറ്റ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ജിയോഗ്രഫിക്കൽ റീജിയൻസ് ടു മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എനി സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് ഓൺ ദി ഓവറോൾ പോർട്ട്ഫോളിയോ. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് നല്ല ശക്തമായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, പോർട്ട്ഫോളിയോ അലോക്കേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, എഫക്റ്റീവ് ഡൈവേഴ്സിഫിക്കേഷൻ എൻറ്റെയിൽസ് അലോക്കേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ് സച്ചാസ്, അതായത് നമ്മൾ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ കേസാണ് നേരത്തെ പറഞ്ഞത്. സ്റ്റോക്ക് കൂടാതെ തന്നെ സ്റ്റോക്സിലും ബോണ്ട്സിലും റിയൽ എസ്റ്റേറ്റിലും കമ്മോഡിറ്റീസിലും ഒക്കെ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നോക്കിയിട്ട് നല്ലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, മോണിറ്ററിങ് ആൻഡ് റീബാലൻസിങ്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇനി ഭാവിയിൽ ഇപ്പം 1-2 വർഷം കഴിഞ്ഞിട്ട് ആ കമ്പനിയിലെ മാനേജ്മെൻറ്റ് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, കമ്പനിയിൽ നെഗറ്റീവ് ന്യൂസ് വരികയാണ്, കമ്പനി ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് വന്നിട്ട് അത് ശരിയായി എന്ന് മീഡിയാസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസീസും ഒക്കെ വിലയിരുത്തുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്തോ കാര്യമായിട്ടുള്ള ഫണ്ടമെൻ്റലി ബേസിക് ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ആ കമ്പനീനെ പിന്നീട് ഹോൾഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ വെക്കാൻ ശ്രമിക്കണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് വളരെ നിങ്ങളുടെ ഡ്യൂ ഡിലിജൻസ് നോക്കിയിട്ട് തീരുമാനം എടുക്കണം. അതുപോലെ തന്നെ ആ കമ്പനിയിൽ എന്താ പറയുക, അതിൻ്റെ സ്റ്റേക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യെസ് ബാങ്ക് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ വളരെ ശക്തമായിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു യെസ് ബാങ്ക്. പിന്നീട് ഒരു സ്കാമിൻ്റെ ഇഷ്യൂ പല കാര്യങ്ങൾ വന്ന നേരത്തെ ഇപ്പം യെസ് ബാങ്ക് വളരെ ലോ പ്രൈസിലാണ് നിൽക്കുന്നത് ആൻഡ് അതിൻ്റെ ഫണ്ടമെൻറ്റ്സ് ഒക്കെ ഡൗൺ ആയിക്കൊണ്ടു നിൽക്കുന്നത്. ഇപ്പം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബട്ട് നിങ്ങൾ വളരെ എന്താ പറയുക, റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ഇതേപോലത്തെ കമ്പനിയിലൊക്കെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയ ഒക്കെ വളരെ ശക്തമായിട്ടുള്ള കമ്പനി ആയിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം ഡെപ്റ്റ് എടുത്തുകൊണ്ട് വളരെയധികം അതിന് മോശാവസ്ഥയിലുള്ള ഒരു കമ്പനിയായിട്ട് വോഡാഫോൺ ഐഡിയ ഒക്കെ മാറിയിരിക്കുന്നു. ഓക്കെ, റെഗുലർലി റിവ്യൂ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ടു എൻഷുർ ദേ അലൈൻ വിത്ത് യുവർ ഗോൾസ് ആൻഡ് റിസ്ക് ടോളറൻസ്. നെക്സ്റ്റ് ആണ് കൺക്ലൂഷനാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ട് മനസ്സിലാകും. എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിനെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ടേക്ക് ആക്ഷൻ ടുഡേ ഫോർ എ ബെറ്റർ ടുമാറോ. അതായത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്താണോ ആ കാര്യമായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ തിരിച്ച് കിട്ടാൻ പോകുന്നത്. ഓക്കെ,
നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ചെറിയൊരു സമ്മറൈസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻക്രെഡിബിൾ ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഏർലി, അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഏർലി ഇൻവെസ്റ്റിംഗ് നടത്തിയാലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കോമ്പൗണ്ടിങ് ഗ്രോത്ത് ടു റിസ്ക് മാനേജ്മെൻറ്റ്, കോമ്പൗണ്ടിങ്ങിൻ്റെ പവറും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള പവറും ഒക്കെ ഇൻവെസ്റ്റിംഗ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഏർലി എന്ന് പറയുന്നതാണ് കീ ടു ഫൈനാൻഷ്യൽ സക്സസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള ഏത് കോടീശ്വരനെ എടുത്ത് നോക്കിയാലും അവരൊക്കെ ഒരു കണക്കിന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഡോണ്ട് വെയിറ്റ് എനി ലോങ്ങർ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ആ ഒരു ശ്രമം നടത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. സോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ₹1 ചിലവില്ലാതെയാണ് നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് എന്ത് തന്നെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ അതും അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, Thank you for watching my video. Thank you all for tuning in and learning about the power of early investing with me. Your support means the world to me. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ വളരെ വേഗം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ പുതിയൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു കാര്യങ്ങളിനെ പറ്റിയിട്ട് വീഡിയോ ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.